എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 പഠന പ്രവർത്തനങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ. അമിതാഹാര ആരോഗ്യസ്യ ഹാനികരം. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള വിഷയം അധികരിച്ചിട്ട് ഒരു ഭിത്തിപത്രം രചിക്കാനാണ്. അത് കക്ഷായം പ്രദർശിപ്പിക്കുകയും വേണം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വൈദ്യേന സഹ അഭിമുഖം ചെയ്തിട്ട് ജീവിതശൈലീ രോഗങ്ങളെ അധികരിച്ചിട്ട് ലഘു ടിപ്പണി ഒരു ചെറു വിവരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അധോദത്തം പട്ടികം പഠിക്കുക. താഴെ തന്നിരിക്കുന്ന പട്ടിക പഠിച്ചിട്ട് ആഹാരപദാർത്ഥങ്ങളെ ഗുണങ്ങളെ അധികരിച്ചിട്ട് ഒരു ലഘുപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അധോദത്തയോഹോ ഏകം സന്ദർഭം സ്വീകൃത്യ സംഭാഷണം ലിഖതു. താഴെ 2 സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംഭാഷണം രചിക്കാനായിട്ട്. അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും വേണം. ക്രതുഹു വിക്രേതുഹു ച മിതഃ സംഭാഷണം. എന്താണ്? വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യത്തത്. വൈദ്യസ്യ രോഗീനാം മിതഃ വൈദ്യനും രോഗിയും തമ്മിലുള്ള സംഭാഷണമാണ് രണ്ടാമത് കൊടുത്തത്. അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ആ സംഭാഷണം രചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാഠഭാഗം പഠിത്വ നാടകരൂപേണ പരിവർത്തിയ ലിഖിതം. പാഠഭാഗം പഠിച്ചിട്ട് അത് നാടകരൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത്. ആ നാടകം കക്ഷായം അവതരിച്ചു. ആ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക, അത് ചിത്രീകരിക്കുക. പാഠഭാഗത്ത് ത്വാന്തം ലബന്ധം തുമുനന്തം അഭിയാനി ചിത്വ. പാഠഭാഗത്ത് നിന്ന് ത്വാന്തം ലബന്ധം തുമുനന്ത അവ്യയങ്ങൾ തിരഞ്ഞെടുത്ത താം ഉപയോഗിച്ച വാക്യാനി അതുപയോഗിച്ചിട്ട് വാക്യങ്ങൾ രചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് നോക്കൂ. വാക്യങ്ങൾ നമുക്ക് നോക്കാം. അഹം ഭോജനശാലായാഹ ഭോജനം ക്രീത്വ എന്നുള്ളത് ത്വാന്ത അവ്യയത്തിന് ഉദാഹരണമാണ്. ശീഘ്രം ആഗമിഷ്യാമി. രണ്ടാമത്തത് ലബന്ധ അവ്യയം വെച്ചിട്ടുള്ളതാണ്. ശ്രീരാമസ്യ ചരിതം അധികൃത്യ വിരചിതം കാവ്യം ഭവതി രാമായണം. മൂന്നാമത്തത് തുമനന്ത അവ്യയം വെച്ചിട്ടാണ്. സമീകൃത ആഹാരാനം ആഹാര്യേന രോഗാൻ നിവാരയിതും ശക്യത്തെ. അപ്പം ആദ്യത്തത് ത്വാന്ത അവ്യയം വെച്ചുള്ള വാക്ക് ഒന്നുകൂടിയും പറയാം. അഹം ഭോജനശാലായാഹ ഭോജനം ക്രീത്വ ശീഘ്രം ആഗമിഷ്യാമി. രണ്ടാമത്തത് ലബന്ധവ്യം വെച്ചിട്ടുള്ളതാണ്. ശ്രീരാമസ്യ ചരിതം അധികൃത്യ വിരചിതം കാവ്യം ഭവതി രാമായണം. മൂന്നാമത്തത് തുമുനന്തവ്യം വെച്ചിട്ടാണ്. സമീകൃത ആഹാരാനം ആഹാര്യേന രോഗാൻ നിവാരയിതും ശക്യത എന്നുള്ളത്. അടുത്തത് ആസ്വാദ്യകരം ഭോജ്യം ആരോഗ്യകരം ഭോജ്യം ഭോജന പ്രദർശനം അയോജ്യതു ആഹാരപദാർത്ഥാനം പട്ടികം കരുതു. അപ്പം താഴെ കുറേ ആഹാരപദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഖാദ്യം കഴിക്കാൻ പറ്റുന്നവ, പേയം കുടിക്കാൻ പറ്റുന്നവ, ലേഹ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവ, അങ്ങനെ പട്ടിക രൂപത്തിൽ ആക്കാനാണ്. ഖാദ്യത്തിൻ്റെ താഴെ വരുന്ന ആഹാരപദാർത്ഥങ്ങൾ, പേയത്തിൻ്റെ കുടിക്കാൻ പറ്റുന്ന പദാർത്ഥങ്ങൾ, ലേഹ്യത്തിൻ്റെ താഴെ വരുന്നത്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ തന്നതാണ്. അടുത്ത നമ്മൾ തവ്യ പ്രത്യുക്താനി പദാനി പാഠഭാഗത്ത് നിന്ന് ചിത്വാ ലിഖതു എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എഴുതിയതാണ്. തവ്യത് പ്രത്യയത്തിന് ഉദാഹരണം ക്രേതവ്യം, ഗന്ധവ്യം, നേതവ്യം, ശ്രോതവ്യം, ഹോതവ്യം, കർത്തവ്യം, സ്മർത്തവ്യം. പിന്നെ യത് പ്രത്യയത്തിന് ഉദാഹരണം പേയം, ദേയം, പ്രേക്ഷ്യം, ഭാവ്യം, ഭോജ്യം, ഖാദ്യം, പ്രഗർഭ്യം, വിരജ്യം, ലേഖ്യം അങ്ങനെയുള്ളതാണ്. അപ്പം എങ്ങനെയാണ്? തവ്യത് പ്രത്യയത്തിൻ്റെ ഒരു വാക്കിൻ്റെ അവസാനത്ത് തവ്യം എന്ന് വരുന്നതാണ് തവ്യത് പ്രത്യയം. യതാണെങ്കിൽ ഒരു വാക്കിൽ യാ വരും. ഇനി നമ്മൾ ക്രിയാപദ പരിചയങ്ങൾ നോക്കാം. നിവർത്തത എന്ന് പറഞ്ഞാൽ ലെട്ടാണ്. പരിപച്യത എന്ന് പറഞ്ഞാൽ ലെട്ടാണ്. അഭിധീയത ലെട്ടാണ്. പ്രവിശ്യത ലെങ്ങാണ്. ദേഹി ലോട്ടാണ്. പ്രചലന്തി ലെട്ടാണ്. ദൃശ്യന്തെ ലെട്ടാണ് വരുന്നത്. ഇനി
സൂചന അനുസരിച്ചിട്ട് ആരോഗ്യത്തെ അധികരിച്ച് ഒരു ടിപ്പണി രചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കൂ, പട്ടികം പൂരേതു. ധൃതാന്നം, ക്ഷീരം, ശാകാന്നം, തക്രം. ഖാദ്യത്തിൽ വരുന്നത് ഏതൊക്കെയാ? ധൃതാന്നം, ശാകാന്നം തുടങ്ങിയവയാണ്. പേയത്തിൽ വരുന്നത് ക്ഷീരം, തക്രം എന്നിവയാണ്. അടുത്തത് ക്രിയാവിശേഷണം നാമവിശേഷണം ച ചിത്വാ ലിഖിതം. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചതാണ്. ക്രിയാവിശേഷണമെന്നും നാമവിശേഷണമെന്നും തെരഞ്ഞെടുത്ത് എഴുതാനാണ്. സുനിർമ്മലെ ആകാശെ ശ്യാമമേഘഃ അതിശീഘ്രം ഗച്ഛന്തി. ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണെന്നും നാമവിശേഷണം എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്നതുമാണ്. അപ്പം സുനിർമ്മലെ ആകാശെ ശ്യാമമേഘാഃ അതിശീഘ്രം ഗച്ഛന്തി. അപ്പോൾ അതിൽ നാമവിശേഷണം എന്ന് പറയുന്നത് സുനിർമ്മലെ എന്നുള്ളതാണ്. ക്രിയാവിശേഷണം അതിശീഘ്രം എന്നുള്ളതാണ്. മഹാകവി കാളിദാസസ്യ മഹാകാവ്യാനി അതിസുന്ദരം ഭവതി. അവിടെ നാമവിശേഷണം മാത്രമേ ഉള്ളൂ അതിസുന്ദരം. ഇനി വാക്യാത് തവ്യത് യദ് രൂപങ്ങൾ ചിത്വ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് ബോല പേയം ജലം സർവദാ സംരക്ഷിതവ്യം ഭവതി. തവ്യത് പ്രത്യയത്തിന് ഉദാഹരണം സംരക്ഷിതവ്യം. യത് പ്രത്യയത്തിന് ഉദാഹരണം പേയം. ഗേയം ഹരിനാനദേയം. ഇത് ചലച്ചിത്ര ഗാനം. ഹരിനാനദേയം ഇത് ചലച്ചിത്ര ഗാനം. ഭവത സ്മർത്തവ്യം വ. അതിൽ തവ്യത് പ്രത്യയത്തിന് ഉദാഹരണം സ്മർത്തവ്യമാണ്. യത് പ്രത്യയത്തിന് ഉദാഹരണം ഗേയമാണ്. ഇനി സമാനാർത്ഥങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ക്ഷുത്ത് എന്ന് പറയുന്നത് ബുഭുക്ഷ എന്നാണ്, വിശപ്പ് എന്നാണ് സമാനാർത്ഥമായിട്ട് വരിക. ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ ബുഭുക്ഷ, അതാണ് അതിൻ്റെ സമാനാർത്ഥം. ഗേഹം എന്ന് പറഞ്ഞാൽ ഭവനം, വീട് എന്നാണ്. നീരം ജലമാണ്, വെള്ളമാണ്. ക്ഷീരം പാല്, ദുഗ്ധമാണ്. ആരോഗ്യ സംബന്ധിനും ഏകം ഭിത്തിപത്രികം ലിഖിതു. ആരോഗ്യ സംബന്ധിയായിട്ട് ഒരു ഭിത്തിപത്രിക നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി യഥോചിതം യോജിതു. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ധാന്യഗാനി എന്ന് പറഞ്ഞാൽ ഇതിലേതാണ്? പ്രമേഹ രോഗ ശാമ്യത രണ്ടാമത്തെയാണ് ധാനികങ്ങളിൽ വരുന്നത്. പ്രമേഹ രോഗ ശാമ്യത. മത്സ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? അസ്ഥീനാം ബലം വർദ്ധയതി. മാംസം എന്താണ്? പ്രതിരോധശേഷി വർദ്ധയതി. ആദ്യത്തെയാണ് മാംസത്തിന് വരിക. അണ്ഡം കേശാൻ പോഷയതി, അത് തന്നെയാണ് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ ജനുവരി 2-ാം തീയതി തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയൊക്കെയും ക്ലാസ് ഉണ്ടായിരിക്കുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സാൻസ്ക്രിറ്റിൻ്റെ ബേസിക് ക്ലാസ്സസ് സ്റ്റാൻഡേർഡ് 5 വരെയുള്ള കുട്ടികൾക്ക് ആ ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.